കുമരമുത്ത് ഗ്രാമപഞ്ചായത്തിലെ 2024-25 വാർഷിക ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിക്കുകയുണ്ടായി. കുമരമുത്ത് ഗ്രാമപഞ്ചായത്ത് വർഷം മുന്നിൽ കൊടുക്കുന്നത് ഭവന നിർമ്മാണത്തിന് മുൻതൂക്കം കൊടുക്കുകയും ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന അപേക്ഷ സമർപ്പിച്ച മുഴുവൻ ആൾക്കാർക്കും ഭവനം കൊടുക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തത്തിലേക്കാണ് കുമരമുത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി കടന്നിട്ടുള്ളത്. ഏകദേശം ലൈഫ് ഭവന പദ്ധതിയിൽ 5 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ഭവന പദ്ധതിയിൽ ഏകദേശം 850 ജനവിഭാഗങ്ങളുടെ ലിസ്റ്റാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ വൽക്കരിക്കപ്പെട്ടപ്പോൾ ദരിദ്രർ എന്നിവരുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ നിശ്ചയമായും ഈ ബജറ്റിലുണ്ട്. കൃഷി സമ്പദ് സമൃദ്ധിയുടെ പ്രതീകമാണെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ നാട്ടിൽ കാർഷിക രംഗത്തെ വെല്ലുവിളികളും ഈ ബജറ്റിൽ അഭിസംബോധന ചെയ്യുന്നു. പരമ്പരാഗതമായ തൊഴിൽ മേഖലയുടെ സംരക്ഷണത്തോടൊപ്പം പുതിയ തൊഴിൽ മേഖലകൾ ഈ ബജറ്റിൽ അന്വേഷിക്കുന്ന ആധുനിക കാലഘട്ടത്തോടൊപ്പം നീങ്ങാതെ ദ്രുതഗതിയിൽ മാറുന്ന ഈ ലോകത്തിൻ്റെ ഭാഗമാകാൻ കഴിയുകയില്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. ജ്ഞാനികമായ തൊഴിൽ മേഖലകളിലുള്ള യുവാക്കളുടെ കടന്നുവരവിന് സാധ്യമാക്കുന്ന രീതിയിലുള്ള വികസന പദ്ധതികളും ഈ ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഈ ബജറ്റ് സ്ത്രീ, വയോജന, ശിശു സംരക്ഷണങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകിയിട്ടുണ്ട്. സർവോപരി സാമൂഹികപരമായ ഉന്നതിക്കും ആക്കം കൂട്ടാനുള്ള വികസന പ്രവർത്തനങ്ങളെ ബോധപൂർവം ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ ആവശ്യങ്ങളും ആവലാതികളും കൃത്യമായി വിലയിരുത്തിയും പഠിച്ചു കെട്ടുറപ്പുള്ള പ്രായോഗികമായ നിർദ്ദേശങ്ങളും ബജറ്റിലൂടെ ഇത്തവണ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പരിമിതമായ സാമ്പത്തിക വിഭവ സമാഹരണത്തിൻ്റെ പരാജയങ്ങൾക്കിടയിൽ മെച്ചപ്പെട്ട സാമ്പത്തിക ക്രമീകരണത്തിലൂടെ സമസ്ത മേഖലകളെയും യോജിപ്പിക്കുവാൻ ഈ ബജറ്റിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങളുടെ വിശ്വാസം. 2024-25 സാമ്പത്തിക വർഷം കുമരമുത്തൂർ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പിലൂടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകുന്നതിനും സ്വയം സംരംഭ യൂണിറ്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനം നൽകുന്നതിനും ഊന്നൽ നൽകുന്നതിനും 3 കോടി രൂപ കൂടാതെ പാർപ്പിട മേഖലകളിൽ മുഴുവൻ SC/ST കുടുംബങ്ങൾക്ക് സമ്പൂർണ്ണ ഭവന പ്രഖ്യാപനം നടത്താൻ കഴിയും. അതോടൊപ്പം ജനറൽ വിഭാഗങ്ങൾക്ക് ഭവനം നൽകുന്നതിനും ഈ സാമ്പത്തിക വർഷം ഊന്നൽ നൽകുന്നതിന് 1 കോടി രൂപ ഈ ഇനത്തിൽ പഞ്ചായത്തിന് വിഹിതമായി മാറ്റിവെച്ചിട്ടുണ്ട്. കൃഷി, മൃഗസംരക്ഷണം, പാലുൽപാദനം തുടങ്ങിയ അനുബന്ധ മേഖലകളിലും ഉൾപ്പെടുന്ന ഉൽപാദന മേഖലയ്ക്ക് 77,80,792 രൂപയും പാലിയേറ്റീവ് കെയർ, ആയുർവേദ, ഹോമിയോ ആശുപത്രികൾക്ക് മരുന്ന് വാങ്ങൽ, കേരളോത്സവം, അംഗനവാടികൾക്ക് പോഷകാഹാരം, കുടിവെള്ള പദ്ധതികളുടെ നടത്തിപ്പിന് ശൗചാലയങ്ങൾ, സ്കൂളുകളുടെ വികസന പ്രവർത്തനങ്ങൾ, ആശ്രയ അഗതി അതിദാരിദ്ര്യരുടെ ക്ഷേമം, യുവജന ക്ലബ്ബുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന സേവന മേഖലകൾക്ക് 8,95,580 രൂപയും വിവിധ റോഡുകൾക്ക്, പാലങ്ങൾ, കെട്ടിടങ്ങൾ എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് ഉൾപ്പെടുന്ന പശ്ചാത്തല മേഖലകൾക്ക് 4,40,68,960 രൂപയും പട്ടികജാതി വിഭാഗത്തിൻ്റെ ഉൽപാദന മേഖലക്ക് 9 ലക്ഷം രൂപയും പട്ടികജാതി സേവന മേഖലക്ക് 1,64,50,000 രൂപയും പട്ടികജാതി പശ്ചാത്തല മേഖലകൾക്ക് 8,50,000 രൂപയും പട്ടികവർഗ വികസന പ്രവർത്തനങ്ങൾക്ക് 6 ലക്ഷം രൂപയും ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ മാസത്തിൽ തന്നെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ രംഗത്ത് തിളക്കമാറുന്ന നേട്ടം കൈവരിക്കാൻ സുചരമായ MCFൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കുന്ന വിധം ആവശ്യമായ ഫണ്ട് ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. മണ്ണാർക്കാടിന് ഇനി പുതിയ വസന്തം. വസ്ത്രവിസ്മയങ്ങളിലെ പുതുപുത്തൻ കളക്ഷനുകളുമായി അണിഞ്ഞൊരുങ്ങുന്നു വസന്തം വെഡ്ഡിംഗ് കാസൽ. ഉദ്ഘാടനം ഫെബ്രുവരി 21 പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു.
വെഡ്ഡിംഗ് വസ്ത്രങ്ങളുടെ വൈവിധ്യങ്ങൾ, ലേഡീസ് ഡ്രസ് മെറ്റീരിയലുകൾ, കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങി ഒരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് കേന്ദ്രമാണ് പുതിയ വസന്തം വെഡ്ഡിംഗ് കാസൽ. ഉദ്ഘാടനാഘോഷങ്ങളിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം 1.5 ലക്ഷം രൂപ. പട്ടിന്റെ ഈ പട്ടാഭിഷേകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വസന്തം വെഡ്ഡിംഗ് കാസൽ, മണ്ണാർക്കാട്.